മുത്തശ്ശ, ഞാൻ അപ്പൂട്ടനാ. മോനെ, നീ എങ്ങനെ ഇവിടെ? ആരുടെയും കണ്ണിപ്പെടാതെ പോയി രക്ഷപ്പെട. എന്റെ 2 കൂട്ടുകാര് ഇവിടെ അകപ്പെട്ടു പോയിരിക്കുക. മുത്തശ്ശനെ അവരെയും എനിക്ക് രക്ഷപ്പെടുത്തണം. ഇവിടെ ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല. എന്റെ കുഞ്ഞെന്തിനാ ഇവിടെ? ആ ദുഷ്ടന്മാരുടെ കയ്യിൽപ്പെട്ടാൽ മായാപുരി എന്ന ഗ്രന്ഥം എവിടെയെന്ന് സത്യം നിനക്ക് മറച്ചു വെക്കാനാവില്ല. അതവർ തട്ടിയെടുത്താൽ നശിക്കുന്നത് നന്മ നിറഞ്ഞൊരു ലോകമാ. എന്റെ കുഞ്ഞു പോയി രക്ഷപ്പെടില്ല. മുത്തശ്ശ, മുത്തശ്ശനും എന്റെ കൂട്ടുകാരില്ലാതെ ഞാൻ മടങ്ങി പോവില്ല. ഈശ്വരഹിതമനുസരിച്ച് ജീവിച്ച നമ്മുടെ പൂർവികർക്ക് ലഭിച്ച അനുഗ്രഹമാ ഗ്രന്ഥം. അത് കാത്തു സൂക്ഷിക്കാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും അധികമാവില്ല. ജ്യോതിസ്വരൂപനായ ഈശ്വരന്റെ അരികിലെത്താനുള്ള മാർഗത്തെക്കുറിച്ച് വ്യക്തമായി ആ ഗ്രന്ഥത്തിൽ പറയുന്നു. നന്മയുടെ ആ ലോകത്തെ കീഴ്പ്പെടുത്തി നശിപ്പിക്കാൻ കാത്തിരിക്കുന്നവരാ കാപാലിയും കൂട്ടരും. അതനുവദിക്കരുത്. എല്ലാം ഈശ്വരഹിതമെന്ന് കരുതി എന്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോ. മുത്തശ്ശ, കൊള്ളാം. ചാവാൻ നേരത്ത് കിഴവന്റെ ആഗ്രഹം കൊള്ളാം. ഇനി മഹാറാണിക്ക് ആ നശിച്ച ഗ്രന്ഥമെന്തിന്? ഇവൻ മതി. രഹസ്യങ്ങളെ കൊളിപ്പിച്ചു വച്ചിരിക്കുന്ന ഇവന്റെ തലമതി. മഹാറാണി മായാപുരി ഗ്രന്ഥത്തിന്റെ കാവലാളായ ആ പടുകിഴവിന്റെ പിന്മുറക്കാരനും ഒടുവിൽ ഇവിടെ എത്തി. കേമനാണവൻ. മായാപുരിയിലേക്കുള്ള വഴിയും ദിക്കുമെല്ലാം ഇവനറിയാം. അറിയുന്ന ഒരാൾ എന്നെങ്കിലും അരികിൽ വരുമെന്ന് നമുക്കറിയാമായിരുന്നു. കാലാകാലങ്ങളായുള്ള നമ്മുടെ സ്വപ്നം ഇവനിലൂടെയാവും സാക്ഷാത്കരിക്കുന്നത്. തീർച്ചയായും. കൽപ്പിച്ചാൽ ഇന്നേക്ക് 3-ാം രാവിന്റെ 4-ാം യാമം മായാപുരിയിലെ സഹസ്രാര പത്മത്തിന് നടുവിൽ പ്രഭാപൂരിതമാവുന്ന ജ്യോതിർമയ ഗോളം അത് തട്ടിയെടുത്ത് നമ്മുടെ കാൽ കീഴിൽ വയ്ക്കുന്ന നിമിഷം നാം മാത്രമാണ് സർവലോകാധിപ. രുദ്രകർമ്മ, വൈകിക്കണ്ട. വേണ്ടതെല്ലാം ചെയ്തോളൂ. നടക്കടാ. ഒന്നിച്ചു വന്നവർ ഒരേ വലയിൽ, ഒടുവിലൊരു കൂട്ടിൽ. അതാണ് ഈ മാന്ത്രിക ലോകത്തെ മായാതന്ത്രം. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ തോന്നില്ല. രക്ഷപ്പെട്ടല്ലേ പറ്റൂ. പക്ഷെ നമ്മളെ കൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാം. മായാപുരിന്ന് പേരുള്ള ഒരു ലോകമുണ്ട്, ദൂരെ എങ്ങോ ആണ്. അവിടേക്ക് പറഞ്ഞു വിടാനാ അവര് നിങ്ങളെ തട്ടിക്കൊണ്ടു വന്നത്. നിങ്ങൾക്ക് പോയേണ്ടി വരും, അത് ഉറപ്പാ. പോകാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ ഞാനും പറഞ്ഞതാ. ഇത് കണ്ടോ, ക്ഷുദ്രജീവികൾ കടിച്ചു മുറിച്ച പാടാ ഇതൊക്കെ. ഞാൻ പോയതാ. കത്തുന്ന ചൂടും വിഷപ്പുകയൊക്കെയുള്ള വഴിയാ അത്. ആ വഴി പകുതി പോലും പോവാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ പോയി തോറ്റു വന്നവരാ ഇവര്. അപ്പൊ പോയാലും തോറ്റു മടങ്ങിയാലും ശിക്ഷ ഉണ്ടാകും. വിജയം മാത്രമാണ് രക്ഷ. പോയേ പറ്റൂ. മായാപുരിയിലേക്ക് പോകാൻ മടിച്ചവർക്കും പരാജിതരായി മടങ്ങി വന്നവർക്കും കൽപ്പിച്ചു നൽകിയ ശിക്ഷ ഇവറ്റകൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവും. എങ്കിലിനി വൈകിക്കണ്ട. കാലാകാലമായി നാം നമ്മുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്ന മായാപുരിയിലേക്ക് പോകട്ടെ ഇവറ്റകൾ. അതെ, ആ ലോകത്തെത്തി ജ്യോതിർമൈഗോളം തട്ടിയെടുക്കാൻ വഴിയും മാർഗവും അറിയാവുന്ന നീ തന്നെയാണ് ഉത്തമൻ. എന്താ വിസമ്മതം വല്ലതും? സമ്മതം. പക്ഷെ ഒരു കാര്യം പറയൂ. എന്റെ കൂട്ടുകാരെയും മുത്തശ്ശനെയും മാത്രമല്ല, ഇവിടെ തടവറയിൽ പുറലോകം പോലും കാണാതെ എടുക്കുന്ന തടവിലാക്കപ്പെട്ട കുട്ടികളെല്ലാം വിട്ടുവരുമെന്ന് ഉറപ്പ് തരണം. നിസാരം, എത്ര നിസാരം. ലക്ഷ്യം പൂർണ്ണമായാൽ നമുക്കെന്തിനാണ് കുട്ടികൾ?
പിന്നെന്തിനാണ് ആ പടുകിഴവനും ഗ്രന്ഥവുമൊക്കെ? വിട്ടുതരിക തന്നെ ചെയ്യും. ഇനി എന്തെങ്കിലും? ഇല്ല. പോയി വാ. 7 നാൾക്കകം തിരികെ എത്തണം. വരുമ്പോൾ കയ്യിൽ പ്രഭാപൂരിതമായ ജ്യോതിർമയ ഗോളം. ഇതാ നാം സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞു. മുത്തശ്ശ, രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നുമില്ല. അതുകൊണ്ട് മായാപുരിയിലേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചു. മോനെ, ഇനി ഞാൻ വിലക്കുന്നില്ല നിന്നെ. നിന്റെ ലക്ഷ്യം നേടാൻ ആത്മബലമാണ് ആയുധം. ഞാൻ ചിലത് പറഞ്ഞു തരാം. വിഷമസന്ധികളിൽ ഈ വാക്കുകൾ നിനക്ക് തുണയാകും. അമ്മേ, ഒരിറ്റു വെള്ളം പോലും കുടിക്കാണ്ട് ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എങ്ങനെയാ? എന്റെ കുഞ്ഞുങ്ങൾ വരാതെ ഞാൻ ഇവിടുത്തെ എണീക്കുന്ന പ്രശ്നമില്ല. കാത്തു, നീ ഒന്ന് സമാധാനപ്പെട്. അവരിങ്ങ എത്തും. കണ്ടോ കേശവ എന്റെ കുഞ്ഞുങ്ങളെ? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അമ്മ വിഷമിക്കണ്ട, അക്കരേന്ന് പോലീസ് ഇപ്പൊ എത്തും. പോയോ? പോയി സാർ. അങ്ങനെ എപ്പോഴും എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ആരും അടുത്തേക്ക് വരരുത്, ആരും പുറത്തേക്കും പോകരുത്. സോറി സാർ. ഞങ്ങൾക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. സാറേ, 2 ദിവസമായി ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തീ തിന്നുക. വെരി ഗുഡ്. സോറി. മുത്തശ്ശിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്തു പറയാനാ സാറേ, കളിക്കാനെന്ന് പറഞ്ഞു പോയതാ കുഞ്ഞുങ്ങള്. ലച്ചുമോളപ്പൊട്ടനും അവരില്ലാതെ. നിർത്ത്. ഒന്നീ കരഞ്ഞിട്ട് പറയേ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കരയോ. മനുഷ്യർക്ക് അല്പം ആശ്വാസം പകരുന്ന രീതിയിൽ സംസാരിക്കണം. നഷ്ടപ്പെട്ട കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടാവും, ഇല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും. ഇതിലേതായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മോർണിംഗ് വന്നേ. എന്താ മോന്റെ പേര്? ഈ കാണാതായവർ മോന്റെ കൂട്ടുകാരാണോ? എന്നിട്ടെന്താ മോൻ അവരോടൊപ്പം പോവാത്തത്? എനിക്ക് പേടിയാ സാറേ അവിടെ പോവാൻ. അവിടെ പോകാനോ? എവിടെ പോകാനാ മോന് പേടി? മോൻ എന്തിനെയാ പേടിക്കുന്നത്? ആരെയാ പേടിക്കുന്നത്? അവിടെ ഒരു പൊട്ടക്കണ്ണനുണ്ട് സാറേ. പൊട്ടക്കണ്ണനോ? അതാരാ? മോൻ കണ്ടിട്ടുണ്ടോ? എല്ലാരും പറയുന്നതാ. എല്ലാരും എന്ന് പറയുമ്പോ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? അത് അവിടെ കണ്ടുള്ള ഒരു ഭ്രാന്തനാ സാറേ. അയാൾ എവിടെന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഈ കേസിൽ അങ്ങനെയും ഒരു അജ്ഞാതനുണ്ട്. അവനാരോ, അവനാണ് സംഭവം. ഇത് ഞാൻ ഡീൽ ചെയ്തിരിക്കും.